ബാലരാമപുരം പുതിച്ചൽ കാർത്തിക യൂണിറ്റിന്റെ പൂക്കൃഷി ഓണവിപണിയിൽ മാതൃകയാകുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് ബാലരാമപുരം പുതിച്ചൽ കാർത്തിക യൂണിറ്റ് കൃഷിക്കൂട്ടമൊരുക്കിയ പൂന്തോട്ടം വൻ വിജയത്തിലേക്ക്. മുൻ വാർഡ് മെമ്പറും കൌൺസിലറുമായ വത്സലകുമാരിയുടെ നേതൃത്വത്തിലാണ് ഈ മാതൃകാപരമായ ഓണകൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ 5 വർഷമായി പ്രദേശത്ത് തുടർച്ചയായി ഇവർ പൂക്കൃഷി വിജയകരമായി നടത്തിവരുന്നു. ഓണക്കാലത്ത് വിപണിയിൽ ഏറെ പ്രിയമുള്ള ജമന്തി, വാടാമുല്ല എന്നിവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. നാടിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ഈ സംരംഭത്തിലൂടെ സാധിക്കുന്നുണ്ട്. വിപണന രംഗത്തും കാർത്തിക യൂണിറ്റ് വേറിട്ട വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത രീതികൾക്ക് പുറമെ ഓൺലൈൻ വഴിയും പൂക്കൾ ആവശ്യക്കാരിലേക്ക് എത്തിച്ചാണ് ഇവർ ശ്രദ്ധേയരാകുന്നത്. കൃഷിയെയും സാങ്കേതിക വിദ്യയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് വനിതകൾ നടത്തുന്ന ഈ പൂക്കൃഷി പ്രദേശത്തെ മറ്റു കർഷകർക്കും വലിയ പ്രചോദനമാണ് നൽകുന്നത്. മികച്ച പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി ഈ വർഷത്തെ വനിതാ കർഷക അവാർഡും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. വത്സലകുമാരി എൻ, മഞ്ജുഷ MR, സിന്ധു, ജലജ, ബേബി എന്നിവരാണ് ഈ കൃഷിക്കൂട്ടത്തിന്റെ അമരക്കാർ. കാർത്തിക കൃഷിക്കൂട്ടത്തിന്റെ ഈ വർഷത്തെ വിളവെടുപ്പ് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീലയുടെ അധ്യക്ഷതയിൽ നടന്നു. നേമം ബ്ലോക്ക് പ്രസിഡന്റ് ഷൺമുഖം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 3 മാസത്തിന് മുമ്പ് നമ്മുടെ സഹോദരിമാർ തൈ നട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇത്രയും വളരെ ഭംഗിയായിട്ട് നമുക്ക് വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഒരു 4 അംഗങ്ങളാണ് ഇതിന് മുന്നോട്ട് വന്നത്. അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ വിളവെടുക്കുവാൻ കഴിഞ്ഞത്. പഞ്ചായത്ത് ഇവർക്ക് ചെറിയ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ബാക്കി അവരിതിനകത്തൊരു ലാഭവും പ്രതീക്ഷിക്കാതെ അവരുടെ ഒരു നല്ല മനസ്സാണ്. കാരണം അവർ ഇത് നട്ട് ഇന്ന് ഈ പൂ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പച്ചക്കറിയുടെ കൃഷി ഇവിടെ നടത്തി അതിൻ്റെ വിളവെടുപ്പും കഴിഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഇനി വരും വർഷങ്ങളിൽ തന്നെ ബാലരാമപുരം പഞ്ചായത്തിനകത്ത് ഈ ജമന്തിപ്പൂ കൃഷി നല്ല രീതിയിൽ വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ട് വച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇതിനോട്ട് മുന്നോട്ട് വന്ന നമ്മുടെ JLG ഗ്രൂപ്പിലെ അംഗങ്ങളെ ഞാൻ ആശംസ അറിയിക്കുകയാണ്. കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ വീട്ടുമുറ്റത്തുമൊക്കെ നട്ടിരുന്ന ചെടിയാണ് ജമന്തി. പക്ഷേ ഇത് ഇന്ന് അന്യം നിന്നുപോയി. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പുഷ്പകൃഷികളെ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം. എന്നാൽ ഇന്ന് ബാലരാമപുരം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിലുള്ള കൃഷി ചെയ്യുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വനിതാ കൂട്ടായ്മ കൂടെയാണ്. ഇത്തരത്തിലുള്ള കൃഷി രീതികൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ഒരു കാലത്ത് പറയുമായിരുന്നു നമുക്ക് ഓണം ഉണ്ണണമെങ്കിൽ വാഴയില മുതൽ ഊണിനാവശ്യമായ അരി വരെ തമിഴ്നാട്ടിനെ ആശ്രയിക്കണമെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നമുക്ക് പൂവായിരുന്നാലും ശരി, വാഴയിലയായിരുന്നാലും ശരി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. ഈ പൂക്കൃഷിയിൽ പങ്കെടുത്ത മുഴുവൻ ഇതിൻ്റെ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് വത്സല മെമ്പർ എന്ന് പറയുന്നത് നേരത്തെ മെമ്പറായിരുന്നു. അവർ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന വെറൈറ്റി ഉള്ള കൃഷി രീതികൾ പരീക്ഷിച്ച് വിളവെടുക്കുന്ന ഒരു മെമ്പർ കൂടെ ആയിരുന്നു അവർ. വാർഡ് മെമ്പർമാരായ സുധാകരൻ K, ബാബു, ഷിബു, അനിൽരാജ്, ആനി, ബ്ലോക്ക് മെമ്പർ ശ്രീകണ്ഠൻ, വികസന സമിതി അംഗങ്ങളായ ഹരിപ്രസാദ്, മുരുകേശൻ, CDS ചെയർപേഴ്സൺ സുമിത, കൃഷി ഓഫീസർ ലക്ഷ്മി ശിവൻ, NSS കരയോഗം താലൂക്ക് യൂണിയൻ പ്രതിനിധി രാമചന്ദ്രൻ നായർ, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷിക്കൂട്ട് 5 വർഷം കൊണ്ട് തുടർച്ചയായി ചെയ്യുന്ന 5ാമത്തെ വർഷത്തെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. ഞങ്ങൾ കാർത്തിക JLGയിൽ ഞങ്ങൾ 5 അംഗങ്ങളാണുള്ളത്. അതിനേക്കാൾ ഉപരി ജൂൺ 5-നാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിച്ച ബ്ലോക്ക് നഴ്സറിയിൽ നമ്മളെ ഹരിയുണ്ട്. അതായത് കാർഷിക സമിതിയിലെ അംഗങ്ങളാണ് ഹരി, മുരുകേശ അണ്ണൻ, കൃഷി ഓഫീസർ, ഒത്തിരി പേര് നമ്മളെ CDS ചെയർപേഴ്സൺ ഞങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്നു. ഈ വർഷത്തെ വനിതാ കർഷക അവാർഡ് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ 5 വർഷം മുമ്പും കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. ആ 5 വർഷം മെമ്പറായിരുന്ന സമയത്തും ഞാൻ കൃഷിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. എനിക്ക്
കർഷക അവാർഡ്, വനിതാ കർഷക അവാർഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കൃഷിക്കൂട്ടത്തിന് ഈ 5 അംഗങ്ങൾക്കും കാർത്തികയ്ക്കും ഈ വർഷത്തെ മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡും ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. കൃഷി ഭവൻ്റെയും ബ്ലോക്കിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് നഴ്സറി എന്ന സ്ഥാപനം പ്രാദേശികമായിട്ട് പച്ചക്കറി തൈകൾ, പൂക്കൃഷിക്കുള്ള സംവിധാനങ്ങളെല്ലാം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 2017-18 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. ഇവർ കൃഷി തുടങ്ങിയ സമയത്തോട്ട് നമ്മളെ സമീപിക്കുകയും അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ പച്ചക്കറി തൈകളും അതിന് വേണ്ടുന്നുള്ള ബാക്കപ്പ് സപ്പോർട്ടുകളും എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുത്തു. അത് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും വളരെ വിജയകരമായി തന്നെ അവർക്കത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഗ്രൂപ്പായും ഏറ്റവും നല്ല കൃഷി ചെയ്യുന്ന ഒരു ബാലരാരത്തിന് അഭിമാനമാവുന്ന രീതിയിൽ ഇതിനെ ഇനി വളർത്തിക്കൊണ്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ഇവർ സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം ബ്ലോക്കിലെയും ജില്ലയിലെയും തന്നെ ഒരു നല്ലൊരു കൃഷിക്കൂട്ടവും ഒരു കൃഷി ഗ്രൂപ്പുമായിട്ട് മാറ്റാൻ നമുക്ക് ഇവർക്കെല്ലാം സാധിക്കട്ടെ എന്ന്. GTV ന്യൂസ് ബാലരാമപുരം.